മാസപ്പടി കേസിൽ വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നതുവരെ തുടർ നടപടി പാടില്ല. SFIക്കാണ് ഈ നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് ഈ കാര്യം പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുറിപ്പ് അത് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ എന്താണ് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് SFIക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം? പ്രജിൻ, ഈ എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ കോടതിയിൽ SFIO ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനെതിരെയുള്ള നിലപാടാണ് ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. CMRL ഫയൽ ചെയ്ത കേസിൽ ഈ കേസ് തീർപ്പാക്കുന്നതുവരെ വിചാരണ കോടതിയിലെ നടപടികളുമായി SFIO മുന്നോട്ടു പോകാതിരിക്കുന്നതാണ് ഉചിതം എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതോടെ എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ SFIO ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ ഉടൻ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഇറക്കിയ ഉത്തരവിലാണ് വിചാരണ കോടതിയിലെ തുടർ നടപടികളിലേക്ക് തൽക്കാലത്തിലേക്ക് അത്തരം നടപടികളിലേക്ക് തടയുന്ന തരത്തിലുള്ള പരാമർശം ഈ ഉത്തരവിലുള്ളത്. ഒപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണവും ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇത് ആശയ വിനിമയത്തിലുണ്ടായ പിഴവ് കാരണമാണ് ഈ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യാൻ ഇടയായത് എന്നും അത് മനഃപൂർവ്വം ഉണ്ടായതല്ല എന്നുമുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇതിൽ കൃത്യമായ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇനി ഹൈക്കോടതിയിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തുടർ നടപടി ഉണ്ടാകാൻ പാടില്ല വിചാരണ കോടതിയിൽ എന്നാണ് ഇപ്പോൾ SFIക്ക് IOക്ക് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.